ഹായ്, ഞാൻ റഫീഖ് വടകര, അബുദാബിയിൽ സംസാരിക്കുന്നു. ഞാൻ ഇന്നലെ അബുദാബി ഖാലിജ മള്ളത്ത് നിന്ന് കൂലി എന്ന് പറയുന്ന രജനികാന്തിന്റെ പടം കണ്ടു. രജനികാന്ത് അവിടെ ഹിന്ദിയും തമിഴും ഉണ്ട്. ഞാൻ പിന്നെ തമിഴ് പടം തമിഴ് തന്നെ കാണാൻ വേണ്ടിയിട്ട് തമിഴ് വേർഷനാണ് ഞാൻ കണ്ടത്. ഞാൻ കുറച്ചു കാലം ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ആമിർ ഖാൻ. പുള്ളി അതിൻ്റെ അകത്തൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വരുന്നുണ്ട്. പുള്ളിയുടെ ഭാഗം ക്ലിയർ ആക്കി പോയി. പക്ഷേ പുള്ളിയുടെ അഭിനയമൊന്നും ഇതിനത്ര ഒരു കൂടുതൽ മെച്ചപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പടം സൂപ്പറാണ്. എല്ലാവരും പറയുന്ന പോലെ ഫ്ലോപ്പ് ഒന്നല്ല. കാരണം ആ തിയേറ്ററിനകത്ത് ഞാൻ പോയപ്പോൾ ഒരു 80% ആൾക്കാരുണ്ട്. പിന്നെ ഓരോ സമയത്തും ആൾക്കാർ പല തിയേറ്ററുകളിൽ നിന്നും അവിടെ ഒരു 1-2-3 തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. നല്ല റഷായിട്ടാണ് ആൾക്കാർ ഇറങ്ങുന്നത്. ഫാമിലിയും കുട്ടികളും വലിയ ആൾക്കാരെല്ലാം ഉണ്ട്. പിന്നെ കണ്ടിരിക്കാം. പിന്നെ ഹിന്ദിയിലും എസ്പെഷ്യലി തമിഴിലൊക്കെ കുറെ അമാനുഷത ഒരു നിറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, അത് ഇതിലും കുറച്ചുണ്ട്. പക്ഷെ എന്നിരുന്നാലും ബോറടിപ്പിക്കുന്നില്ല. നന്നായിട്ട് കണ്ടു. അതെനിക്ക് എല്ലാവരെക്കാളും രജനിയുണ്ട്, ശ്രുതി ഹാസനുണ്ട്, പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുമാരുണ്ട്. എനിക്ക് പരിചയമില്ലാത്ത കുറെ പേരുണ്ട്. നാഗാർജുന നായകനായിട്ട് വന്ന ആളല്ലേ തെലുങ്ക് സിനിമയില്, വില്ലൻ സൂപ്പർ ആയിട്ടുണ്ട്. പുള്ളി നല്ലൊരു ഗ്ലാമർ വില്ലൻ. മേക്കപ്പും എല്ലാം കൊണ്ട് പുള്ളി ഓക്കെയാണ് ഇതില്. പക്ഷേ ഓസം എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിന്റെ നടൻ മട്ടാഞ്ചേരിക്കാരൻ സൗബിൻ ഷാഹിർ. ഒരു രക്ഷയില്ല. പുള്ളി അത്യാവശ്യം മലയാളം പറയുന്നുണ്ട്, തമിഴും പറയുന്നുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് പുള്ളിയുടെ അഭിനയം. ഈ ആമിർ ഖാനെ കൊണ്ട് പറഞ്ഞ പോലെ കാര്യമായിട്ട് ഹൈറ്റോ വെയിറ്റോ അല്ല വലിയൊരു ഹാൻസം ഒന്നല്ല പുള്ളി. പക്ഷെ അതിനകത്ത് കുറച്ച് ഹാൻസം ആയിട്ടുള്ള ഭാഗങ്ങള് പഴയ ചരിത്രം കാണിക്കുമ്പോൾ അത് കേരളത്തിലുള്ള ഒരു ചില സംഭവം അതിൽ കാണിക്കുന്നുണ്ട്. അതിൽ നല്ലത് ആയിട്ടുണ്ട് പുള്ളി. പക്ഷെ ഇതിൽ ഒന്നും വേണ്ട, പുള്ളി സൂപ്പർ വില്ലനാ. കഥ മൊത്തം പറയുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ വൈഫായിട്ട് അഭിനയിച്ചത് ആ ഒരു പെൺകുട്ടി കൂടുതൽ റോളൊന്നില്ല. പക്ഷെ ശരിക്ക് അങ്ങനെ ഒരു ഫേസ് ഉണ്ടാൽ നമുക്ക് അവരൊരു ഫൈറ്റ് ചെയ്യുന്നൊരു ലേഡിയാന്ന് നമുക്ക് തോന്നിയില്ല. സാധാരണ അങ്ങനെ ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന ഇപ്പോ മുമ്പ് കാലത്ത് മലയാളത്തിലും തമിഴിലും, അതുപോലെ തമിഴിൽ നിന്നൊക്കെ മലയാളത്തിൽ വന്ന് ആക്ട് ചെയ്യുന്ന ചില ലേഡീസുകൾ ഉണ്ടല്ലോ, നായികയാണ് പക്ഷെ അവര് ആക്ഷൻ ഹീറോയിൻ ആയിട്ടില്ല. പഴയ ഇത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടി. കുറച്ചാളുണ്ടെങ്കിലും അതിൽ സൗബിന്റെ വൈഫായിട്ട് അഭിനയിക്കുന്നത് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്, കണ്ടിരിക്കാം. ഏതായാലും പൈസ പോലാവും എൻ്റെ ഒരു അഭിപ്രായമാണ്. കുറെ പേരത് ഫ്ലോപ്പാന്നൊക്കെ പറയുന്നുണ്ട്. കാരണം രജനിയുടെ പടം അങ്ങനെ ഫ്ലോപ്പ് ആവാറില്ല, ഇത് ഫ്ലോപ്പ് ആണെന്ന് വെച്ചാൽ ഓരോന്നും ഇതിന്റെ മുമ്പ് കഴിഞ്ഞ ഒരുപാട് പടങ്ങളല്ലേ പുള്ളിയുടെ, അതിന്റെ ഇതല്ല. ഓരോന്നിനും ഓരോ റേഞ്ചും ഓരോ കഥ ഓരോ ഡയറക്ഷനും അല്ലേ. ഓക്കെ, പറ്റുമെങ്കിൽ എല്ലാവരും പോയി കണ്ടോളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൈസ മുതലാവും. ഓക്കെ, താങ്ക് യു. പിന്നെ ഈ ഖാലിജ അവാർഡ് പോലത്തെ തിയേറ്റർ ആകുമ്പോൾ ബഹളം ഒട്ടാസം ഉണ്ടാവില്ല. അതേസമയത്ത് ചെറിയ ചെറിയ തിയേറ്ററിൽ പോയി കഴിഞ്ഞാല് ഇവർ ഈ രജനിയുടെ പടം പറയുമ്പോൾ ഓരോ ഡയലോഗ് പറയുമ്പോഴും ബഹളം വെച്ചിട്ട് അത് അറിയാലോ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. നമുക്കൊന്നും ഡയലോഗൊന്നും കേൾക്കാൻ പറ്റില്ല. ഇവിടെ നല്ല സുഖമാണ്. ഓക്കെ, താങ്ക് യു.